ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയുടെ തോല് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ചട്ടിയിലേക്ക് ഇടുകയാണ്. മാങ്ങ വെന്ത് കിട്ടുന്നതിന് ആവശ്യമുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അരപ്പ് റെഡിയാക്കാം. 1 മുറി തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ 2 കൊച്ചുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്, നന്നായിട്ട് വെന്ത് കിട്ടി കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്ത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ചെറിയ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റണം. ഇവിടെ ചെറിയ തിള വന്ന് തുടങ്ങി, ചെറുതായിട്ട് തിളച്ച് തുടങ്ങി. ഈ തിളച്ച് തുടങ്ങിയതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ചെറിയ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കേണ്ടതുണ്ട്. താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും കൂടിയിട്ട് താളിച്ച് നന്നായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് ഉപയോഗിക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ മാമ്പഴക്കാലമായതുകൊണ്ട് ധാരാളം മാമ്പഴമൊക്കെ ഇപ്പോൾ കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കണം. ഓക്കേ.